ഹലോ, ഈവനിങ് ഒരു വാക്കിന് വേണ്ടി ഇറങ്ങിയതാട്ടോ ഞങ്ങള്. അപ്പോഴാണതാ ഒരു പെറ്റ് ഷോപ്പ് ഒന്നാകെ തന്നെ സ്ട്രീറ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് അവിടുത്തെ ഒരു പാമ്പിനെയും പിടിച്ചിട്ട് ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഈ പാമ്പ്, അതുപോലെ ലിസാർഡ്സ്, ഇവരെ വർഗത്തിൽപ്പെടുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര പേടിയാ. പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിടയ്ക്ക് തോന്നും ഞാൻ എന്തിനാ ഇത്രയൊക്കെ പേടിക്കുന്നതെന്ന്. കാരണം വീഡിയോസ് വരെ കാണുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ എടുത്തെറിയും. ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നാറുണ്ട് എന്റെ പേടി കുറച്ച് ഓവറാന്നുള്ളത്. പക്ഷെ എനിക്കറിയില്ല, ഇതിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാ. ഇത് വീഡിയോ എടുക്കാൻ നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ അപ്പുറത്തുനിന്ന് ഒരു കുട്ടി വന്നിട്ട് ഇതിങ്ങനെ കൂളായിട്ട് എടുക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഇത്രയും സിമ്പിളായിരുന്നു. ഞാനാണെങ്കിൽ പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുക. ഇവരിങ്ങനെ എഴയുന്ന കാണുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുമോന്നറിയില്ല, നമ്മളെ മേലിലൂടെ ഇങ്ങനെ എന്തോ ഒരു എഴയുന്ന പോലത്തെ ഒരു ഫീലും എനിക്കെന്തോ അങ്ങനെയൊക്കെ തോന്നും. ഒരു വഴുവഴുപ്പും എന്തൊക്കെ ഒരു ഫീല്. ഈ അനോക്കോണ്ട ഫിലിമിലൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സംഭവം ഇത് എല്ലാവർക്കും ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ പേടി കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നാറൊക്കെ ഉണ്ട്. എനിക്ക് ഇതിനെ തൊടാൻ പോലും ഭയങ്കര പേടി. അപ്പൊ ഈ ഇഗ്വേന പോലത്തെ സാധനം എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇത് കൂളായിട്ട് എടുക്കുന്നതാണ്. പക്ഷെ ഞാൻ അപ്പോൾ അവരിങ്ങനെ നോക്കും, ഇതെങ്ങനെ ഇവർ ഇത്രയും കൂളായിട്ട് എടുക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോഴാണിതാ ഈ കുഞ്ഞു കുട്ടി, ഇവൻ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെ തന്നെ ആയിരിക്കും, അവൻ ഇതിന് കൂളായിട്ട് എടുക്കുന്നു. ഈ ഷോപ്പ് കീപ്പർ ആണെങ്കിൽ നമുക്ക് ഏത് ജീവനെ വേണമെങ്കിലും എടുക്കാം. അയാൾ പറയുന്നുണ്ട് നീ വേണമെങ്കിൽ തൊട്ടു നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. പക്ഷെ എനിക്ക് തൊട്ടു നോക്കാൻ അത്രയ്ക്കുള്ള ധൈര്യമൊന്നുമില്ല. ഇതിന്റെ കൂടെയുള്ള ഈ കുട്ടി കണ്ടില്ലേ, ആ കുട്ടിയും അവനെ പോലെ തന്നെ ഏത് ജീവന് വേണമെങ്കിലും അവള് കൂളായിട്ട് എടുക്കും. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇവര് ഇതിനെങ്ങനെ ഇങ്ങനെ വിൽക്കാൻ വെക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഇതിനൊക്കെ പെറ്റ് ചെയ്യുന്നതെന്നാ എനിക്കത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആൾക്കാർ ഇതിന് ഇത്രയും വില കൊടുത്ത് വാങ്ങി പെറ്റ് ചെയ്യുന്ന എന്തിനാന്നുള്ളത്. അപ്പൊ തന്നെ ആ കുട്ടി അപ്പുറത്ത് ചെന്നിട്ടുള്ള ഒരു ലിസാർഡ് പോലത്തെ ഒരു സാധനം, ഇതിനൊക്കെ പെറ്റ് ചെയ്യുമ്പോ എന്ത് സുഖം ഉണ്ടാവുന്നേവോ. കണ്ടോ, അവൾ അതിനും പിടിച്ച് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതിന്റെ കൂടെ അവൻ അത് കൂടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അവള് കളിക്കുന്നേ. എന്റെ പേടി എന്റെ പുള്ളി അവസാനം പറഞ്ഞു ഒന്ന് തൊട്ടുനോക്ക്. ഞാൻ അവസാനം തൊട്ടുനോക്കിയപ്പോ എന്റെ ഡ്രാമയൊക്കെ കണ്ടില്ലേ. ഞാൻ അങ്ങനെ പുള്ളിന്റെ അടുത്തതിന് എത്ര റേറ്റ് എന്ന് ചോദിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ എനിക്ക് വാങ്ങാനാന്നൊക്കെ തോന്നും. പക്ഷെ വാങ്ങാനല്ല. ഏകദേശം 2000 രൂപനാണ് വലിയ പാമ്പിന്. ചെറിയ പാമ്പിന് ഒരു 1000 രൂപയൊക്കെ. 2000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ ഒരു 25,000 ആ ഒരു റേഞ്ച്. ചെറുതിനൊരു 15,000 ആ ഒരു റേഞ്ച് ഒക്കെയാണ്. അവിടെ വരുന്നവരും പോകുന്നവരൊക്കെ ഇതിനൊക്കെ എടുക്കുന്നുണ്ട്. ചിലവർക്ക് നല്ല പേടിയാണ്, ചിലവർക്ക് പേടിയില്ല. പാമ്പിന് മാത്രമല്ല, അതായത് ഇതുപോലെ കുഞ്ഞി പട്ടിക്കുട്ടികള്, കുഞ്ഞി പൂച്ചക്കുട്ടികള്, ഇതിനൊക്കെ ഇവിടെ വിൽക്കാൻ വെക്കാറുണ്ട്. ഇത് ആക്ച്വലി ഒരു പൂക്കടക്കാരന്റെ പെറ്റ്സ് അല്ല, പെറ്റ്സിനെ വിൽക്കാൻ വെച്ചതാണ്. പക്ഷെ അപ്പോഴും കുഞ്ഞു കുട്ടികളെ അവിടെ വിൽക്കാൻ വെക്കുന്നുണ്ട്. ഇത് പിന്നെ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. കണ്ടോ, അവനെ എല്ലാരും വരുന്നവരും പോകുന്നവരൊക്കെ ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ് പൂച്ചനെ വിൽക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് അവരെ കൂടെ പോയി നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. അതേ പക്ഷേ ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചില്ല, കാരണം എനിക്ക് പൂച്ചയോട് വലിയ താല്പര്യമില്ല. അപ്പൊ എന്നെ പോലെ പാമ്പ് പേടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ മാത്രമല്ല എന്നുള്ളത് എനിക്കൊരു സമാധാനം കിട്ടുമല്ലോ.